നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വ്യാഴത്തിൻ്റെ രാശി മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആർക്കൊക്കെ നല്ല ഫലങ്ങളുണ്ടാവും, പൊതുവെ വ്യാഴമാറ്റം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. വളരെ വിശദമായിട്ട് കേട്ട് മനസ്സിലാക്കുക. വ്യാഴത്തിൻ്റെ ഗുണവിശേഷങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, വിത്ത് പ്രമാണ സഹിതം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യും. കാരണം എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല ഇതിൻ്റെ നിയമം, ഏതടിസ്ഥാനത്തിലൂടെയാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ജ്യോതിഷം പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നവർ ഇത് വ്യക്തമായിട്ട് കേൾക്കുക. ഈ പറയുന്ന പ്രമാണങ്ങൾ നിങ്ങൾ എഴുതിയെടുത്താൽ നിങ്ങൾക്കും നാളെ ഇത് വളരെ പ്രയോജനപ്പെടും. അപ്പോൾ വ്യാഴം മിഥുനം രാശിമണ്ഡലത്തിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് മാറ്റം സംഭവിക്കുകയാണ്. അപ്പം മിഥുനം രാശിമണ്ഡലത്തിൽ നിന്നും തൻ്റെ ഉച്ചാവകാശമുള്ള രാശിയായ കർക്കിടകം രാശിയിലേക്ക്. അപ്പോൾ കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ അത് പുണർവം നക്ഷത്രത്തിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഗുണങ്ങളെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, തൻ്റെ നക്ഷത്രമായ പുണർവം നക്ഷത്രത്തിലേക്കും തൻ്റെ ഉച്ചാവകാശം ഭവിക്കുന്ന രാശിമണ്ഡലമായ കർക്കിടകം രാശിയിലേക്കും. പൊതുവെ ഇങ്ങനെ രണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് അനുകൂലമാകാവുന്ന പല സംഭവങ്ങളും ഇപ്പോൾ ഇവിടെ സംഭവിക്കാം. അപ്പോൾ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം എന്താണ്, എന്ത് ഫലം ചെയ്യുന്നു? നിശേഷ ദോഷഹരണേ ശുഭവർദ്ധനേജ വീര്യം ഗുരോ. നിശേഷ ദോഷഹരണേ, സകല ദോഷങ്ങളെയും നിവർത്തി ചെയ്യാൻ പ്രാപ്തിയുള്ള ഗ്രഹം. ശുഭവർദ്ധനേജ, ശുഭത്തെ കയറ്റിക്കൊടുക്കാൻ പ്രാപ്തിയുള്ള ഗ്രഹം, ശുഭത്തെ വർദ്ധിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഗ്രഹം. വീര്യം ഗുരോ, ബീജത്തെ കൊടുക്കാൻ പ്രാപ്തിയുള്ളതായ ഗ്രഹം. അപ്പം അങ്ങനെയുള്ള ഗ്രഹം തൻ്റെ ഉച്ചരാശി മണ്ഡലത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. വ്യാഴം ബലപ്പെട്ട് വരുന്നു. അപ്പം വ്യാഴം ബലപ്പെട്ട് വരുമ്പോൾ ദേശത്തിന് എന്തുണ്ടാവും? കുറേ ശുഭ അനുഭവങ്ങൾ ഉണ്ടാവാനായിട്ട് കർമ്മകാര്യങ്ങൾ വരും, അല്ലേ? ഇപ്രസൗഖ്യം, ഗുരുർബന്ധം, പുത്ര പൗത്ര അഭിവിദ്യുതം, വിദ്വാഗമം ദീക്ഷയും ചെയ്വ, ഗുരുർബന്ധം ശുഭസ്ഥിതം. വിപ്രന്മാരെ കൊണ്ടുള്ള ഗുണങ്ങൾ. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? ആത്മീയ മേഖലയിലേക്ക് പോകും. യാഗങ്ങൾ ചെയ്യാൻ പ്രാപ്തി ഉണ്ടാകും. ഹോമങ്ങൾ, പൂജകൾ, മന്ത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പഠിക്കാൻ പ്രാപ്തിയിലേക്ക് കടക്കുന്നു. കാരണം ആ വ്യാഴ ഉച്ചത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും? ഈ പ്രപഞ്ചത്തിൽ അത്തരത്തിലുള്ള കർമ്മകാര്യങ്ങളെ വ്യാഴം കൊടുത്തുകൊണ്ടേയിരിക്കും. ഗുരുർഭക്തി, നല്ല ഗുരുക്കന്മാരെ കിട്ടും. എനിക്കൊരു ജ്ഞാനിയായിട്ടൊരാളെ കിട്ടുന്നില്ല, എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഉത്തമനായ ഗുരുവിനെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഗുരുവിനെ കണ്ടെത്താനായിട്ട് പ്രാപ്തി ഉണ്ടാകും. പുത്രപൗത്ര അഭിവൃദ്ധിതം, സന്താനങ്ങളെ കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് നിവൃത്തി ഉണ്ടാവാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടാവും. വിദ്വാഗമം, ജ്ഞാനിയുണ്ടാകാൻ, അറിവുണ്ടാകാൻ പ്രാപ്തിയുള്ളതായ കാലം. ദീക്ഷയും ചെയ്വ, ദീക്ഷ പോലെയുള്ള കർമ്മകാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്നതായ കാലഘട്ടം. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലേക്ക് വ്യാഴം ഒരുക്കിത്തരികയായിരുന്നു. അപ്പം നീചരാശി മണ്ഡലത്തിൽ നിന്നും ഉച്ചരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ അത് ബലപ്പെട്ട് വരും. അപ്പം ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും സംഭവിച്ചതിന് ശേഷം ഒരു നല്ല കാലഘട്ടത്തിലേക്ക് വരാനായിട്ട് പോകുന്നു. അപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ കടന്നുപോയ കാലം. നീചസ്ഥിതിർ അധപ്പതനം, സ്വവൃത്രേർ ദൈന്യം, ദുരാചരണം, നീചാശ്രയേ കീടദേശവാസം, ഭൃത്യത്വം അധ്വാനമർദ്ധകരം. അങ്ങനെയുള്ള കാലഘട്ടങ്ങളായിരുന്നു ഈ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നീചസ്ഥിതിർ അധപ്പതനം, ഒരുപാട് ദുരിതങ്ങൾ സംഭവിച്ച കാലഘട്ടം, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ. അധപ്പതനം, സ്വവൃത്രേർ ദൈന്യം, ദുരാചരണം, ആചാരങ്ങളെയൊക്കെ ലംഘിക്കുന്ന കാലഘട്ടങ്ങളായിരുന്നു കഴിഞ്ഞു വന്നിരുന്നത്. നമുക്കറിയാമല്ലോ നടന്ന ചരിത്രങ്ങൾ. എന്തോരം നാശങ്ങളാണ് ചെയ്തു കൂട്ടിയത്.
അപ്പോൾ ദുരാചരണം, ആചാരങ്ങളെ മുഴുവൻ നശിപ്പിച്ചു വന്നിരുന്ന കാലഘട്ടം, നീചാശ്രയെ കീടദേശവാസം, ഭൃത്യത്വം, അധ്വാന അർദ്ധകരം, കള്ളത്തരത്തിലൂടെയൊക്കെ ആൾക്കാരെ ജോലിക്ക് കയറ്റുക, കള്ളത്തരത്തിലൂടെ ധനപ്രാപ്തി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ളതായ കാലഘട്ടങ്ങളായിരുന്നു ആ വ്യാഴത്തിൻ്റെ നീചാവസ്ഥ മുതൽ ഇങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം വ്യാഴം ഉച്ചത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയൊക്കെ അതിന് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത്, കേരളത്തിന് തന്നെ ഒരു നല്ല കാര്യങ്ങൾ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നു. ദുരാചരണം നടത്തിയവരൊക്കെ അധപ്പതിക്കാനായിട്ട് പോകുന്നു. അങ്ങനെയുള്ള കർമ്മകാര്യങ്ങളൊക്കെ ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നമുക്ക് പറയാം. പൊതുവേ ശുഭഫലങ്ങളെ കൊടുക്കേണ്ടി വരും, നല്ലതുണ്ടാവും. എന്നാൽ നമുക്കറിയാം വ്യാഴത്തിന് ചില സ്ഥാനങ്ങൾ വിപരീത സ്ഥാനങ്ങളാണ്. 3, 6, 8, 12 ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ വിപരീത സ്ഥാനങ്ങളാണ്. പക്ഷേ എന്നാൽ വ്യാഴത്തിന് ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ ദോഷങ്ങളാണെങ്കിലും വ്യാഴം നോക്കുന്ന സ്ഥാനത്ത് ശുഭഫലത്തെ കൊടുക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കോടി നന്മ. അപ്പം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒരു വ്യക്തിക്ക് ആ സ്ഥാനത്തിന് ബലത്തെ കൊടുക്കും. അപ്പം ഈശ്വരാധീന കാരകത്വം വഹിക്കുന്ന ഗ്രഹം കൂടെയാണ് വ്യാഴം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ആരെ പിടിച്ചാൽ, ഏത് ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് നന്മ വരുമെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് ഓരോ രാശിമണ്ഡലത്തിലും സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെ? അപ്പോൾ മേടൻ രാശിമണ്ഡലത്തിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ മേടൻ രാശിയിൽ പിറന്നവർക്ക് എവിടെയാണ്? 4-ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. അപ്പം 4-ാം ഭാവത്തിലേക്ക് വ്യാഴം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ എന്താ പറയുക? ജ്ഞാനവാക്കും ധനായം സുഖശീലം യശസ്വിയും ആരോഗ്യം നല്ല സൗന്ദര്യം ദുസ്വഭാവം ചതുർത്ഥത, അല്ലേ? അപ്പോൾ ജ്ഞാനവാക്കും അറിവുള്ളവരെ പോലെ സംസാരിക്കുക. അപ്പം ജ്ഞാനം ഇവർക്കുണ്ടാവും. അപ്പം പഠിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു നന്മയെ കൊടുക്കും. പുനർപഠനം, ഉയർന്ന പഠനം ശ്രമിക്കുന്നവർക്കൊക്കെ നല്ല ഫലങ്ങളുണ്ടാവും. ജ്ഞാനവാക്കും മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിവുള്ള ഗുണാനുഭവങ്ങളുണ്ടാവും. ധനായം, ധനവരവുണ്ടാവും. മുടങ്ങിക്കിടന്ന ധനങ്ങളൊക്കെ വരുവാനായിട്ട് പ്രാപ്തി ഉണ്ടാവും. സുഖശീലം, കുറച്ച് ആസ്വാദന കർമ്മകാര്യങ്ങൾ, സുഖത്തിനെ തേടിപ്പോവുക, സുഖഭോഗങ്ങൾ അനുഭവിക്കാനായിട്ടൊക്കെയുള്ള ചില ഗുണാനുഭവങ്ങൾ വരും. യശസ്വിയും, യശസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പേര് കേൾക്കുക, എന്തെങ്കിലും അനുമോദനങ്ങൾ കിട്ടേണ്ടി വരിക, അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരും. ആരോഗ്യം നല്ല സൗന്ദര്യം. ഇപ്പോൾ എന്തെങ്കിലും രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ അതിൽ നിന്നൊക്കെയും ശമനം ഉണ്ടാവാനായിട്ടും ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വരും. നല്ല സൗന്ദര്യം, മുഖത്തിനൊക്കെ ഒരു പ്രകാശമുണ്ടാവും, ആരോഗ്യമുണ്ടാകും. അല്ലെങ്കിൽ ശരീര സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന കർമ്മകാര്യങ്ങളിലേക്ക് പോകാനൊക്കെ ഇവർക്ക് വരും. എന്നാൽ ദുസ്വഭാവം ചതുർത്ഥത, ഇങ്ങനെയുള്ള ചില സുഖഭോഗങ്ങൾ വരുമ്പോഴേക്കും വഴിതെറ്റി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അപ്പോൾ ചില തെറ്റായ മാർഗങ്ങളിൽ സുഖഭോഗങ്ങളെ തേടി നമുക്ക് ഹിതമല്ലാത്ത മാർഗങ്ങളിലേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. അപ്പം 4-ാം ഇടം വീടാണ്. അപ്പം വീട് സംബന്ധമായിട്ടൊക്കെയുള്ള ചില കർമ്മകാര്യങ്ങൾ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വാഹനമെടുക്കാനൊക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂല സമയമാണ്. അപ്പം അതിൻ്റെയൊക്കെയുള്ള വഴിത്തിരിവുകളൊക്കെ ഇപ്പോൾ തെളിഞ്ഞ് വരും. ഇത് മേടൻ രാശിക്കാർക്ക് പറയേണ്ട ഫലം. രണ്ടാമത് ഇടവം രാശിക്കാർക്ക്. ഇപ്പോൾ കാർത്തിക മുക്കാലും രോഹിണി മകയിരത്തിൻ്റെ അരയും ഇടവക്കൂർ. അപ്പോൾ അവർക്ക് വ്യാഴം
മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മേടം രാശിക്കാരുടെ കാര്യം പറയുമ്പോൾ വ്യാഴത്തിൻ്റെ യോഗഫലങ്ങൾ, അപ്പോൾ ദൃഷ്ടി ചിന്തിക്കുമ്പോൾ വ്യാഴത്തിന് 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി. അപ്പോൾ മേടൻ രാശിക്കാരുടെ 8ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഈ വിവാഹ സംബന്ധമായിട്ടൊക്കെയുള്ള ചില കർമ്മകാര്യങ്ങളൊക്കെ ചില അനുകൂല വിഷയങ്ങൾ വരും. എന്തെങ്കിലും പ്രണയ സംബന്ധമായിട്ടൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു വരുന്ന ആൾക്കാർക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഇപ്പം ഉണ്ടാവും. തൊഴിൽ മേഖലയിലൊക്കെ കുറച്ച് നേട്ടങ്ങളുണ്ടാവും. വ്യാഴത്തിന് 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി. അപ്പോൾ മേടൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരും. അപ്പം തൊഴിൽ മേഖലയിലൊക്കെ കുറച്ച് നല്ല ഫലങ്ങളുണ്ടാവും. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവങ്ങൾ വരും. കാരണം 10 എന്ന് പറയുന്നത് ചരരാശിയാണ്. ചരിച്ചു പോവുക, സഞ്ചരിച്ചു പോകുന്നവർക്കും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ തെളിഞ്ഞു വരും. അപ്പോൾ മൂന്നാമത് 9-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ലഗ്നത്തിലേക്ക് തന്നെ വ്യാഴത്തിന് ദൃഷ്ടി. അപ്പോൾ ഈശ്വരാധീനം ഇവർക്ക് പരിപൂർണമായിരിക്കും. അപ്പോൾ ഈ കാലഘട്ടം നിങ്ങൾക്ക് ശുഭകർമ്മ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. കുറേ നന്മ ഫലങ്ങളും ഗുണാനുഭവങ്ങളും നമുക്ക് വരും. അപ്പോൾ ഇടവൻ രാശി വരുമ്പോൾ 3-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് പ്രയാണം. അപ്പോൾ 3-ാം ഇടം എന്ന് പറയുന്നത് വ്യാഴത്തിന് അത്ര അനുകൂല സ്ഥാനമല്ല. അപ്പോൾ 3-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ധനനാശം, പദക്കോപം, നാരിയിൽ പരാക്രമങ്ങളും, പാപകൃത്യം, സ്വ അനർത്ഥം, 3-ൽ ഗുരുഫലങ്ങളാം. അപ്പോൾ ധനനാശം, വ്യാഴമെന്ന് പറയുന്നത് ധനകാരകനാണ്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ വളരെയേറെ ശ്രദ്ധിക്കണം. കൊടുക്കൽ വാങ്ങൽ വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. പദക്കോപം, ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങേണ്ടി വരിക, അലച്ചിലുണ്ടാവുക. അപ്പോൾ എന്ത് പറ്റും? കുറേ നടന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ദേഷ്യം ഉണ്ടാവും. ഇപ്പം ചില ഡോക്യുമെൻ്റ് കാര്യങ്ങളിലൊക്കെ പഞ്ചായത്തിൽ കയറി ഇറങ്ങുക, ഒരുപാട് വിഷമം വന്നു കഴിയുമ്പോൾ എന്താണ്, എനിക്കിനി ഇങ്ങോട്ട് വരാൻ വയ്യെന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ പത്രം കീറി അവരുടെ മുഖത്തെറിഞ്ഞിട്ട് പോവുക. ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ നഷ്ടം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ അലച്ചിലുകൾ കൊണ്ട് നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാൻ കാരണം ഓരോ ശ്രദ്ധിച്ചു കൊള്ളണം. നാരിയിൽ പരാക്രമങ്ങളും, സ്ത്രീകളോട് ഇടപെടുന്ന ശ്രദ്ധിച്ചോളണം. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഭാര്യയോട് പരാക്രമം കാണിക്കുക, അമ്മയോട് കയർത്ത് സംസാരിക്കുക, കാമുകിയോട് ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെ സംഭവിച്ച് അവരിട്ടിട്ട് പോകും. അവസാനം നമ്മൾ അതുകൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പ്രണയ പരാജയങ്ങളും സ്ത്രീകളുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചു കൊള്ളണം. നാരികിൽ പരാക്രമം, അപ്പോൾ സ്ത്രീകളോടൊക്കെ ഇടപെടുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കൈകാര്യം ചെയ്യില്ലെങ്കിൽ ചീത്തപ്പേര് കേൾക്കാനും ജയിൽവാസം ഉണ്ടാകാനൊക്കെ അനുഭവങ്ങൾ വരും. അവരെ ഉപദ്രവിക്കാൻ പോവുക, ദേഷ്യം കൊണ്ട് അവരോട് എന്തെങ്കിലും ഉപദ്രവത്തിന് പോവുക, പ്രണയം എന്തെങ്കിലും പരാജയപ്പെട്ടാൽ അവരെ തല്ലാനും ഉപദ്രവിക്കാനും പോയാൽ ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങൾക്ക് ഉണ്ടായാൽ കുഴപ്പമാണ്, ശ്രദ്ധിച്ചോളാം. അതിവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക്. പാപകൃത്യം, അപ്പം പാപമാർഗങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരാം. സ്വ അനർത്ഥം, സ്വന്തം നിലയിൽ അനർത്ഥങ്ങൾ സൃഷ്ടിക്കുക, എടുത്തുചാട്ടം. എല്ലാ കാര്യങ്ങളും ഒന്ന് വളരെയേറെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനായിട്ട്. നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് വിനയായി തീരാനായിട്ട് കാര്യങ്ങൾ വരാം. 3-ൽ ഗുരുഫലങ്ങളാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവാനായിട്ട് സാഹചര്യങ്ങളുണ്ട്, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ വ്യാഴത്തിന് 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുമ്പോൾ നമ്മുടെ 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. അപ്പോൾ 7 എന്ന് പറയുന്ന സ്ഥാനം വിവാഹത്തിൻ്റെ സ്ഥാനം, പ്രണയത്തിൻ്റെ സ്ഥാനം, നിവർത്തി സ്ഥാനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കർമ്മകാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും വ്യാഴം അതിനെ ഒന്ന് മയപ്പെടുത്തി തരും, ഓർമ്മപ്പെടുത്തി തരും. വ്യാഴമാണ് ഗുരു.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴും ആരെങ്കിലും ഉപദേശിക്കാനായിട്ട് നിങ്ങൾക്കുണ്ടാവും. എടാ അങ്ങനെ പോകരുത്, നീ അത് ചെയ്യരുത്. വ്യാഴം അതിനെ ഒന്ന് മയപ്പെടുത്തി തരും. ഇപ്പം നമ്മുടെ കൂടെ ഒരു അധ്യാപകനുണ്ടെങ്കിൽ, ഗുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുരു നമ്മളെ വഴി നടത്തില്ലേ? അപ്പോൾ നമ്മുടെ മാർഗത്തിലോട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിലും വ്യാഴം അതിൽ നിന്ന് നമ്മളെ കരകയറ്റി കൊണ്ടുവരും, രക്ഷപ്പെടുത്തി കൊണ്ടുവരും. അത് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാണേലും ഇതൊക്കെ ഫലമുണ്ടെങ്കിലും നിന്നെ ഞാൻ കൈവടിയത്തില്ല എന്ന് വ്യാഴം പറയുന്നു. അതാണ് സർവേശ്വരകാരകൻ. സർവേശ്വരാണാം ദിഷണേത്തി നിത്യം സാന്നിധ്യം അസ്മാൽ ദിഷണേനുകൂല പ്രായോനുകൂല സകലാസ്തദേവ തത്പ്രാതികൂലേ സദിനാനുകൂല. വ്യാഴം ഈശ്വരകാരകനാണ്. അപ്പം നമ്മളെ ഒരു ദോഷകർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ പോലും വ്യാഴം നമ്മളെ കൈപിടിച്ചെടുത്തിടാ, അങ്ങനെ പോകരുത്, നീ ചെയ്യരുത്, നീ അതിൽ ചെയ്താൽ നിനക്കത് ദോഷം തരുമെന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മൾക്കുണ്ടെങ്കിലും നമ്മൾ സ്വയമേ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇതൊക്കെ ഇതിൻ്റെ ഫലങ്ങളാണ്. പിന്നെ വ്യാഴത്തിന് 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുമ്പോൾ നമ്മുടെ 9-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഭാഗ്യം. ചില തടസ്സപ്പെട്ട് കിടന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് വഴിത്തിരിഞ്ഞു വരും. ഭാഗ്യക്കുറവൊക്കെ അതിനൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് നമുക്ക് കർമ്മ വരേണ്ടി വരും. പിന്നെ 12-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് നോട്ടം. അപ്പം ചില ഇഷ്ടകാര്യങ്ങളൊക്കെ നിറവേറാനായിട്ട് സാഹചര്യങ്ങളുണ്ട്. പ്രണയം പോലുള്ള ചില കാര്യങ്ങൾ, വിവാഹ സംബന്ധമായിട്ടൊക്കെയുള്ള ചില കാര്യങ്ങൾ, അതിനൊക്കെയുള്ള ചില ഗുണാനുഭവങ്ങൾ, ഇതൊക്കെ വരാൻ പ്രാപ്തിയുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടാൽ ഒന്ന് ശാന്തമായിരിക്കണം, എടുത്തു ചാട്ടം കുറയ്ക്കണം. ഒന്ന് ശാന്തമായാൽ നേട്ട അനുഭവങ്ങൾ വരാനായിട്ട് കർമ്മ വരും. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് വ്യാഴം ദോഷഫലങ്ങളെ കൊടുക്കുന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നമ്മളെ അതിൽ നിന്നും ഒന്ന് ശാന്തപ്പെടുത്തി പോസിറ്റീവായിട്ടുള്ള കർമ്മകാര്യങ്ങളിലേക്ക് വരാനായിട്ട് സാഹചര്യം വരും. അതുകൊണ്ടാണ് പറയുന്നത് വിശേഷ ദോഷഹരണേ. ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ടെങ്കിലും ആ ദോഷത്തെ വ്യാഴം ഹനിക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. സ്ഥാനങ്ങളിൽ ദോഷം ചെയ്യെങ്കിലും വ്യാഴം എന്ത് ചെയ്യും? മറ്റൊരു വഴിയിലൂടെ, നോട്ടത്തിലൂടെ വ്യാഴം അതിനെ മെയിൻ്റെനൻസ് ചെയ്യപ്പെടും. വ്യാഴത്തിൻ്റെ പ്രത്യേകതയാണത്. ശുഭവർദ്ധനേജ, ശുഭത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കും. അടുത്തത് മിഥുനൻ രാശി. മിഥുനൻ രാശി മണ്ഡലത്തിൽ 2-ാം ഭാവത്തിലേക്ക് വ്യാഴം. ഒരുപാട് അനുഭവിച്ച ആൾക്കാരാണ് മിഥുനൻ രാശി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ തന്നെയും ഒരു നിവർത്തി എവിടെയാണ്? 2-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് മാറ്റമാണ്. അപ്പോൾ രണ്ടാമത്തെ വാക്ക് എന്താ? രണ്ടാമത്തെ സ്ഥാനത്തിൻ്റെ ഫലം എന്താ? ശുദ്ധവാക്കുച്ചരിക്കും, സ്വസ്വത്തുക്കൾ പലതായി വരും, സ്വഭോജനം ദാനശീലം ച രാജദാനം ദി ഗുരുർഫലം. അപ്പോൾ ശുദ്ധവാക്കുച്ചരിക്കും, നല്ല വാക്കുകൾ പറയും, നല്ല വാക്കുകൾ കേൾക്കും, ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കാനും പറയാനുമൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ വരും. സ്വസ്വത്തുക്കൾ പലതായി വരും. സ്വത്ത് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകാനും വിജയമുണ്ടാവാനും ഒരു അനുകൂല കാര്യങ്ങളുണ്ടാവാനും സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ സ്വത്തുക്കൾ പലതായി വരും. സ്വഭോജനം, അപ്പം ഭോജനം സ്വന്തമായിട്ട് പാചകം ചെയ്യാനൊക്കെയുള്ള അനുഭവങ്ങൾ. അപ്പോൾ എന്താ? കയറി താമസം, വീട് വെപ്പ്, ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങൾക്ക് അനുകൂല സമയമാണ്. ദാനശീലഞ്ച, ദാനധർമ്മങ്ങളൊക്കെയും ചെയ്യാനുള്ള കർമ്മകാര്യങ്ങൾ വരും. രാജദാനം, രാജാക്കന്മാരിൽ എന്തൊക്കെ അനുമോദനങ്ങൾ കിട്ടാനിട വരാം. അപ്പോൾ എന്താ? അംഗീകാരങ്ങൾ നമ്മുടെ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ദേശത്തുള്ള ആൾക്കാരിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള അനുമോദനങ്ങൾ, അംഗീകാരങ്ങൾ കിട്ടാനായിട്ട് പ്രാപ്തി വരും. ഈ ഗുരുർഫലം, ധനസംബന്ധമായിട്ടൊക്കെയുള്ള ചില അനുഭവങ്ങൾ വരാനായിട്ടും സാഹചര്യങ്ങൾ വരും. അപ്പോൾ മിഥുൻ രാശിക്കാർക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് ഈ വ്യാഴ മാറ്റം. അപ്പം അവർക്ക് 6-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ 6-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ എന്താ പറ്റുക? കുറേ ശത്രുക്കളായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മിത്രങ്ങളായി വരാനും ആ ശത്രുത മറയാനും ഒക്കെ സാഹചര്യങ്ങൾ വരും. തൊഴിൽ മേഖലയിലൊക്കെ കുറച്ച് നല്ല ഫലങ്ങൾ ഉണ്ടാവും. 8-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുമ്പോൾ എന്താ പറ്റുക? എന്തെങ്കിലും രോഗദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഒരു നിവൃത്തി ഉണ്ടാവും. 11-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം. ലോട്ടറിയൊക്കെ ഒന്നെടുത്തോ,
ചില പോസിറ്റീവുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാഹചര്യങ്ങൾ വരാം. ഞാൻ ഈ മിഥുനൻ രാശിക്കാർക്ക് എല്ലാവർക്കും ലോട്ടറി അടിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം 11ാം ഭാവം ധനവരവിൻ്റെ സ്ഥാനമാണ്. അങ്ങോട്ടത്തേക്ക് വ്യാഴം ധനവാനാണ്. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ധനപരമായിട്ടൊക്കെയുള്ള ചില നന്മകളൊക്കെ ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും. കുറി വീഴുക, ലോട്ടറി അടിക്കുക, കിട്ടാനുള്ള പണങ്ങളൊക്കെ നമുക്ക് കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല അനുഭവങ്ങൾ മിഥുനം രാശിക്കാർക്ക് ഉണ്ട്. അപ്പം പൊതുവേ എന്താ പറയുക, മിഥുനം രാശിക്കാർക്ക് വ്യാഴമാറ്റം നല്ല ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.